ന്റെ സുഗന്ധം അന്തരീക്ഷത്തിൽ പരന്ന തിരക്കേറിയ നിധി നഗറിൽ ദേവ് എന്ന ബഹുമാന്യനായ ഒരു സെൻഗുരു താമസിച്ചിരുന്നു. ഫോക്കസ്, മൈൻഡ്ഫുൾനെസ് എന്നിവയെക്കുറിച്ചുള്ള തൻ്റെ പഠിപ്പിക്കലുകൾക്ക് പേരുകേട്ട മാസ്റ്റർ ദേവ് അക്കാദമിക് ജീവിതത്തിലെ വെല്ലുവിളികൾ നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശം തേടുന്ന വിദ്യാർത്ഥികളെ പലപ്പോഴും സ്വാഗതം ചെയ്തു. ഒരു ദിവസം ഉത്സാഹിയായ ഒരു യുവ വിദ്യാർത്ഥിനി മാസ്റ്റർ ദേവിനെ സമീപിച്ചു. മാസ്റ്റർ, പഠിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഉറക്കം വരാതിരിക്കാം? പഠന സെഷനുകളിൽ ജാഗ്രത പാലിക്കാനുള്ള സാർവത്രിക പോരാട്ടം മനസ്സിലാക്കിക്കൊണ്ട് മാസ്റ്റർ ദേവ് അറിഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു. വരൂ അനന്യ, മാസ്റ്റർ ദേവ് ആംഗ്യം കാട്ടി. വിശാലമായ ആൽമരത്തിൻ്റെ ചുവട്ടിലെ ശാന്തമായ സ്ഥലത്തേക്ക് അവളെ നയിച്ചു. നിങ്ങൾ അറിവിൻ്റെ മേഖലകളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ മയക്കം ഒഴിവാക്കാനുള്ള 7 നുറുങ്ങുകൾ ഞാൻ നിങ്ങളുമായി പങ്കിടാം. 1. മനസ്സോടെയുള്ള ശ്വസനം. സുഖപ്രദമായ ഒരു പായയിൽ ഇരുന്ന് മാസ്റ്റർ ദേവ് സംഭാഷണം ആരംഭിച്ചു. അനന്യ, ശ്രദ്ധാപൂർവമായ ശ്വാസോച്ഛ്വാസത്തോടെ നിങ്ങളുടെ പഠന സെഷൻ ആരംഭിക്കുക. ആഴത്തിൽ ശ്വസിക്കാൻ കുറച്ച് നിമിഷങ്ങൾ എടുക്കുക. നിങ്ങളുടെ ശ്വാസകോശങ്ങളിൽ വായു നിറയുന്നത് അനുഭവിച്ച് സാവധാനം ശ്വാസം വിടുക. ഇത് മനസ്സിനെ ശാന്തമാക്കാനും ശ്രദ്ധയും വ്യക്തതയും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. 2. തന്ത്രപരമായ ഇടവേളകൾ. ടൗൺ സ്ക്വയറിലൂടെ നടക്കുമ്പോൾ സ്വയം സഞ്ചരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാസ്റ്റർ ദേവ് സംസാരിച്ചു. അനന്യ, മാരത്തൺ പഠന സെഷനുകൾ ഒഴിവാക്കുക. നിങ്ങളുടെ പഠന സമയം കൈകാര്യം ചെയ്യാവുന്ന ഭാഗങ്ങളാക്കി മാറ്റുക. ഇടയ്ക്ക് ചെറിയ ഇടവേളകൾ എടുക്കുക. ഈ ഇടവേളകൾ നിങ്ങളുടെ മനസ്സിനെ പുനരുജ്ജീവിപ്പിക്കുകയും ക്ഷീണം തടയുകയും ചെയ്യുന്നു. 3. ഹൈഡ്രേഷൻ ആചാരങ്ങൾ. ടൗൺ കിണറ്റിൽ മാസ്റ്റർ ദേവ് ജലാംശം നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. അനന്യ, നിങ്ങളുടെ അരികിൽ ഒരു വാട്ടർ ബോട്ടിൽ സൂക്ഷിക്കുക. ജാഗ്രത നിലനിർത്തുന്നതിന് ജലാംശം പ്രധാനമാണ്. നിങ്ങളുടെ പഠന സെഷനിലുടനീളം ഉന്മേഷം നിലനിർത്താൻ പതിവായി വെള്ളം കുടിക്കുക. 4. ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്കുകൾ. ഒരു വേപ്പിൻ മരത്തിൻ്റെ തണലിന് കീഴിൽ മാസ്റ്റർ ദേവ് സംവേദനാത്മക പഠന രീതികൾ സ്വീകരിക്കാൻ അനന്യയെ പ്രോത്സാഹിപ്പിച്ചു. അനന്യ, നിങ്ങളുടെ പഠന സാമഗ്രികളുമായി സജീവമായി ഇടപഴകുക. കുറിപ്പുകൾ എടുക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, സമപ്രായക്കാരുമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുക. സജീവമായ പഠനം നിങ്ങളുടെ മനസ്സിനെ ഉൾപ്പെടുത്തി മയക്കത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നു. 5. സ്വാഭാവിക പ്രകാശം. ശാന്തമായ മുറ്റത്ത് മാസ്റ്റർ ദേവ് ആകാശത്തേക്ക് ചൂണ്ടി. അനന്യ, നിങ്ങളുടെ പഠന സ്ഥലത്തേക്ക് സ്വാഭാവിക വെളിച്ചം അനുവദിക്കുക. സൂര്യപ്രകാശം മനസ്സിൽ സ്വാഭാവികമായ ഒരു ഉണർവ് ഉണ്ടാക്കുന്നു. പകൽ വെളിച്ചത്തിൻ്റെ ഉന്മേഷദായകമായ ഫലങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് നിങ്ങളുടെ പഠന മേഖല ഒരു ജാലകത്തിന് സമീപം സ്ഥാപിക്കുക. 6. ആരോഗ്യകരമായ ലഘുഭക്ഷണം. ഒരു പ്രാദേശിക വിപണിയിലൂടെ കടന്നു പോകുമ്പോൾ മാസ്റ്റർ ദേവ് പോഷകാഹാരത്തിൻ്റെ പങ്ക് എടുത്തു പറഞ്ഞു. അനന്യ, സുസ്ഥിര ഊർജം നൽകുന്ന ലഘുഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഊർജ്ജനില സ്ഥിരമായി നിലനിർത്താൻ പഴങ്ങളോ പരിപ്പുകളോ ധാന്യങ്ങളോ തിരഞ്ഞെടുക്കുക. അലസതയുണ്ടാക്കുന്ന കനത്തതും സംസ്കരിച്ചതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. 7. മൈൻഡ്ഫുൾ മൂവ്മെൻറ്റ് ബ്രേക്കുകൾ. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ മാസ്റ്റർ ദേവ് അനന്യയെ ഹ്രസ്വമായ ഒരു ദിനചര്യയിൽ നയിച്ചു. അനന്യ, നിങ്ങളുടെ പഠന ഇടവേളകളിൽ ശ്രദ്ധാപൂർവമായ ചലനം ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ശരീരം വലിച്ചു നീട്ടുക. ഒരു ചെറിയ നടത്തം നടത്തുക, അല്ലെങ്കിൽ യോഗ പരിശീലിക്കുക. ഈ പ്രവർത്തനങ്ങൾ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഉദാസീനമായ പഠനത്തിൻ്റെ ശാരീരിക പ്രത്യാഘാതങ്ങളെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അനന്യ തൻ്റെ പഠനശീലങ്ങളെ മാറ്റാൻ കഴിയുന്ന നുറുങ്ങുകളുടെ പ്രായോഗികത തിരിച്ചറിഞ്ഞ് ഒരു സ്പോഞ്ച് പോലെ ജ്ഞാനം ആഗിരണം ചെയ്തു. മാസ്റ്റർ ദേവിൻ്റെ പഠിപ്പിക്കലുകൾ കൂടുതൽ ശ്രദ്ധാകേന്ദ്രവും ഉൽപാദനക്ഷമവുമായ ഒരു അക്കാദമിക് യാത്രയിലേക്കുള്ള പാതയെ പ്രകാശിപ്പിക്കുന്ന വിളക്കായി മാറി. ഓർക്കുക അനന്യ, മാസ്റ്റർ ദേവ് മൃദുവായ സന്ധ്യയിൽ മന്ത്രിച്ചു. മനസ്സും ശരീരവും
സമതുലിതമായ ഒരു പഠനത്തെ സമീപിക്കുക. ഈ ശീലങ്ങൾ വളർത്തിയെടുക്കുക. നിങ്ങൾ അറിവിൻ്റെ കടലിൽ ഒരു പുതിയ വ്യക്തതയോടെ സഞ്ചരിക്കുന്നതായി കാണാം. നിധി നഗറിൻ്റെ ഹൃദയഭാഗത്ത് തൻ്റെ പഠന ദിനചര്യയിൽ മാസ്റ്റർ ദേവിൻ്റെ നുറുങ്ങുകൾ പ്രയോഗിക്കാൻ തയ്യാറായ അനന്യ ഒരു പുതിയ ലക്ഷ്യത്തോടെ നടന്നു. അറിവ് തേടുന്നതിൽ ശ്രദ്ധാകേന്ദ്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള കാലാതീതമായ ഓർമ്മപ്പെടുത്തുന്ന ജ്ഞാനിയായ സെൻ മാസ്റ്ററുടെ പഠിപ്പിക്കലുകൾ നഗരം സ്വീകരിച്ചു. If you love to watch my videos, you can like, share and subscribe.